ഹിമാചൽ പ്രദേശിൽ 30% സാലറി കട്ട്. പോടാ മോനെ ദിനേശ എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഔദ്യോഗിക ലെറ്ററുകളിലും അല്ലാതെയും പ്രസംഗത്തിലും യുവർ ഡേറ്റ് ഈസ് ഓവർ, യു ആർ എക്സ്പയർഡ്, നിങ്ങൾ എക്സ്പയറായി, ഇനി നിങ്ങളുടെ ആവശ്യമില്ല കേരളത്തിനെന്നൊക്കെ പറഞ്ഞ് രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് പ്രസംഗിച്ച് വലിയ വിവാദമുണ്ടാക്കി. അതിനകത്ത് പോമോനെ ദിനാശ എന്നൊക്കെ പറഞ്ഞത് മോഹൻലാലിൻ്റെ ഡയലോഗ് ആണെങ്കിൽ പോലും പിണറായി അതിന് മറുപടി പറഞ്ഞത് ഡാഷ് മോനെ പിന്നെ തരാം, പിന്നെ കാണാമെന്നാണ്. അപ്പോൾ എന്തായാലും പിണറായി കരുതി വെച്ചിട്ടുണ്ട്, തോൽക്കുകയാണെങ്കിലും ജയിക്കുകയാണെങ്കിലും രേവന്ത് റെഡ്ഡിക്ക് നല്ലത് കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വേറൊരു വിവരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അതിനല്ല. രേവന്ത് റെഡ്ഡി പുതിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ സാലറി കട്ട് രേവന്ത് റെഡ്ഡി കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. 10-16,000 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ പെൻഷൻകാർക്കും ശമ്പളം, സർവീസിലുള്ള ജീവനക്കാർക്കും ശമ്പളവും ആനുകൂല്യം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ പെൻഷൻകാരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അത് വലിയ വാർത്തകൾ അവിടെ വന്നു, പലരും മരിക്കുകയൊക്കെ ചെയ്തു, ആത്മഹത്യ ചെയ്യുകയും അല്ലാതെയൊക്കെ പല രൂപത്തിലുള്ള സംഭവവികാസങ്ങൾ അവിടെ നടന്നു. അതോടുകൂടി രേവന്ത് റെഡ്ഡി ഒരു തീരുമാനമെടുത്തു. അത് വലിയ ചരിത്രപരമായ തീരുമാനം, നല്ല രസമുള്ള തീരുമാനം. ഇതിന് സമാനമായ തീരുമാനം ഹിമാചൽ പ്രദേശിലുണ്ടായി. കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. ഉണ്ടായ തീരുമാനം 50% മന്ത്രിമാരുടെ ശമ്പളം 50% കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായ തീരുമാനം. ഇനി അടുത്ത് MLA-മാർ 50% ശമ്പളം വേണമെങ്കിൽ കട്ട് ചെയ്യാൻ സമ്മതിക്കും എന്നാണ് അവിടുത്തെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് IAS-കാർ IPS-കാർ തുടങ്ങിയുള്ളവരുടെയൊക്കെ ശമ്പളം കുറേശ്ശെ 30-20% കട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ സിവിൽ സർവീസിലുള്ളവരുടെ, അതായത് ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരുടെ 30% കട്ട് ചെയ്ത് പിന്നെ കൊടുക്കും. കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കലല്ല, പക്ഷേ ഇപ്പോഴും മാറ്റിവെച്ചു, കട്ട് ചെയ്ത് മാറ്റിവെച്ച് കുറച്ചാണ് കൊടുക്കുന്നത്. ഇനി മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയും ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ പൈസയില്ല, ശമ്പള പരിഷ്കരണത്തിന് പൈസയില്ല, പിന്നെ അക്ഷയോട് പെൻഷന് പൈസയില്ല, പിന്നെ ഇവിടെ DA കൊടുക്കാൻ പൈസയില്ല, DA മെർജ് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിസപ്പിന് ഇവിടെ ദാരിദ്ര്യമാണ്. നമുക്ക് 73% തുകയും നമ്മുടെ സമ്പത്തിൻ്റെ 73% തുകയും തനത് വരുമാനത്തിൻ്റെ 73% തുകയും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വിവാദമാണ്. അതിനിടയിലാണ് നമ്മളിവിടെ PSC-കാരുടെ ശമ്പളം കൂട്ടി, മുഖ്യമന്ത്രിക്ക് തൊഴുത്ത് കെട്ടി, പശുവിനെ വാങ്ങിച്ചു, പിന്നെ അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കി, നീന്തൽക്കുളം ഉണ്ടാക്കി, മന്ത്രിമാർക്ക് എല്ലാം ശമ്പളം കൂട്ടിക്കൊടുത്തു, MLA-മാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു. അങ്ങനെ നമുക്ക് പറ്റുന്നവരെല്ലാം നമ്മൾ ചെയ്യുന്നു. അതേസമയം EMS ഉണ്ടല്ലോ, പഴയ കാലത്ത് EMS ഒരു ലെറ്റർ എല്ലാ മന്ത്രിമാർക്കും കൊടുത്തു. അന്നത്തെ 57-ൽ അന്നത്തെ മന്ത്രിമാർക്ക് കൊടുത്ത ലെറ്ററുണ്ട്. 57-ലാണോ 67-ലാണ് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. ആ ലെറ്ററിൽ പറയുന്നത്, നിങ്ങളുടെ ആരുടെ അനുവാദമില്ലാതെ 50 രൂപ വീതം നിങ്ങളുടെ ശമ്പളത്തിൽ ഞാൻ കുറച്ചിരിക്കുകയാണ്. കാരണം ഖജനാവിൽ പണം കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഒന്ന് മുറുക്കി പിടിച്ചേ പറ്റുള്ളൂ. ചിലവുകൾ ചുരുക്കാൻ തീരുമാനിച്ചു. അതുപോലെ നിങ്ങളുടെ ശമ്പളത്തിലെ 50 രൂപ വീതം കുറച്ചിരിക്കുകയാണ്. 50 രൂപയാണ്. അന്ന് 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ മൂല്യമുണ്ട്. വർഷം എത്രയും കഴിഞ്ഞല്ലോ. പക്ഷേ എന്തായാലും 50 രൂപ കുറച്ചിരിക്കുന്നു എന്ന് എഴുതി. അത് മന്ത്രിമാരുടെ അനുവാദം പോലും വാങ്ങിയിട്ടല്ല എഴുതിയത്. ഇന്നിപ്പോൾ മന്ത്രിമാരുടെ നിങ്ങൾ നോക്കൂ, മെഡിക്കൽ റീഇംബേഴ്സ് ബില്ല് തന്നെ എത്ര കോടിയാണ്. ഇവിടെ നമുക്ക് പണമില്ലാതിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വാങ്ങിയെടുത്തത് എത്ര കോടിയാണ്. അതുപോലെ തന്നെ അത് മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചികിത്സിക്കുന്നുണ്ടോ? മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ചതിനും എഴുതിയെടുത്തിട്ടുണ്ട്. അതാണ് രസം. മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ചതിനും പൈസ ക്ലെയിം എഴുതിയെടുത്തു എന്നുള്ളതാണ് നല്ല തമാശ. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു നമുക്കറിയില്ല. 10-25 രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പോയി, ആരുടെ പൈസ കൊടുത്ത് പോയി. ഇവിടെ അതുപോലെ തന്നെ 220 കോടി രൂപയ്ക്കാണ് ഫ്ലെക്സും പരസ്യവും ചെയ്തത്. കിഫ്ബിയെ കൊണ്ട് എത്ര കോടി രൂപയാണ് ചിലവാക്കിച്ചത്? 50% പൈസ കിഫ്ബിയാണ് ചിലവാക്കിയത്. എവിടെ നിന്നാണ് ഈ പണം? ആ പണം ചിലവാക്കുമ്പോഴാണ്, ഇവിടെ പണമില്ലാതിരിക്കുമ്പോഴാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട പൈസ 2000 രൂപ പെൻഷൻ കൊടുക്കാൻ കൃത്യമായി പെൻഷൻ കൊടുത്തില്ല. അവസാന മാസം ഇലക്ഷനോട് അടുക്കുമ്പോൾ 2 മാസം പെൻഷൻ ഒന്നിച്ച് കൊടുത്തു എന്നുള്ളതല്ലാതെ നേരത്തെ പെൻഷൻ കൊടുത്തില്ല. ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം ഉണ്ടാക്കിയ സർക്കാർ ഇത് കണ്ടുപഠിക്കൂ മോനെ ദിനേശ. രേവന്ത് റെഡ്ഡി പറയുകയാണ്, 50% മന്ത്രിമാരുടെ പൈസയാണ് കുറച്ചത്, MLA-മാരുടേത് കുറയ്ക്കാൻ പോണു, പിന്നെ ഉദ്യോഗസ്ഥരുത്. അങ്ങനെയാണ്. ഇവിടെയാണെങ്കിൽ ആദ്യം ഉദ്യോഗസ്ഥനെ പിടിക്കും, മന്ത്രിമാരും MLA-മാരുടെയൊന്നും ഒരു പൈസയും കട്ട് ചെയ്യാൻ പോകുന്നില്ല, ഒരു ആനുകൂല്യവും കട്ട് ചെയ്യാൻ പോകുന്നില്ല. ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കുകയുള്ളൂ. പക്ഷേ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. അവിടെ മന്ത്രിമാരുടെ പൈസയാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ MLA-മാർ, അത് കഴിഞ്ഞാൽ പിന്നെ IAS-കാർ IPS-കാർ തുടങ്ങി താഴേക്ക് വരുമ്പോൾ, ലോവർ ലെവലിലേക്ക് വരുമ്പോൾ കട്ടിങ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം അവർ സാധാരണ ഉദ്യോഗസ്ഥരാണ്. എന്തായാലും മനോഹരമായ രീതിയിലാണ് അവർ നടപ്പിലാക്കുന്നത്. പക്ഷേ പിന്നെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഇതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ വെട്ടുകയാണെങ്കിൽ ഒരു കാടടച്ചൊരു കടും വെട്ടും. എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശമ്പളം പിടിച്ച് വയ്ക്കുന്നൊരു കടും വെട്ടും എന്നുള്ളതല്ലാതെ IAS-കാരുടെയോ IPS-കാരുടെയോ ഒന്നും ഇവിടെ ആരും പിടിക്കാൻ പോകുന്നില്ല. മന്ത്രിമാരുടെ MLA-മാരുടെ ഒന്നും ആരും തൊടാനും പോകുന്നില്ല. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PSC മെമ്പർമാരുടെയും ക്ഷേമനിധി ചെയർപേഴ്സൺമാരുടെയും ഇപ്പോൾ ചിന്താ ജെറോമിന് നേരത്തെ
എത്ര രൂപയാണ് കൂട്ടിക്കൊടുത്തത്? നമ്മളിതൊക്കെ കണ്ടതാണ് യുവജനക്ഷേമ കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെ പലതും ഇവിടെ സംഭവിക്കും. എന്തായാലും വളരെ രസകരമാണ് കേരളത്തിലെ കാര്യങ്ങൾ. നടക്കട്ടെ. വളരെ വളരെ മനോഹരമാണ്. അപ്പോൾ ആ മനോഹാരിതയ്ക്ക് ഒരു ചോദ്യചിഹ്നം എന്നുള്ള നിലയിലാണ് രേവന്ത് റെഡ്ഡിയുടെ ഒരു തെലങ്കാന പരിഷ്കാരം വരുന്നത്. ഹിമാചൽ പ്രദേശിൽ ഇത് നടന്നു. ഇനി കേരളത്തിൽ എന്നാണ് ശമ്പളക്കട്ട് വരുന്നത് നമുക്കറിയില്ല. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ 4,50,000 കോടി രൂപ, ഇപ്പോൾ അത് 5 ലക്ഷത്തോളമായി, 5 ലക്ഷം കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 10-60 വർഷമായിട്ട് 1,50,000 ലക്ഷം രൂപയാണ് കടമെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഈ 5 ലക്ഷം കോടി രൂപയിലേക്ക് കടം പോയത്. അതിനിടയിൽ കിഫ്ബിയുടെ കടമുണ്ട്. ഒരുപാട് കടത്തിലാണ് നമ്മൾ. ആ കടത്തിനിടയിൽ വരുന്ന ഗവൺമെൻറ് ആരായാലും, എക്സ് ആയാലും, വൈ ആയാലും, UDF ആയാലും, LDF ആയാലും, അല്ലെങ്കിൽ തൂക്കസഭയായാലും ആ പൈസ ആര് കൊടുക്കും, ആർക്ക് കൊടുക്കും? അങ്ങനെ കൊടുക്കാൻ പണമില്ലാതെ വന്നാൽ ശമ്പളം കട്ട് ചെയ്യുമോ? അങ്ങനെ UDF ആണ് വരുന്നതെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ അതിഭയങ്കരമായ സെക്രട്ടേറിയറ്റ് വളയൽ കാണാം. ഇനി LDF ആണ് വരുന്നതെങ്കിൽ നമുക്ക് അതിദാരിദ്ര്യ വിമുക്തത്തിന് പോലെ പുതിയൊരു ദാരിദ്ര്യമില്ലാത്തവരുടെ ഒരു കേരളം നടത്താൻ LDF പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെമിനാറുകൾ കാണാം.